ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്രായക്കാർക്കും തന്നെ ചെയ്യാവുന്ന കുറച്ച് ഏറ്റവും ആവശ്യമായിട്ടുള്ള എല്ലാ ഫുൾ ബോഡി മൂവ്മെൻറ്റിനുള്ള ഒരു വർക്കൗട്ടാണ് കേട്ടോ. നമുക്ക് ഏത് പ്രായക്കാർക്കും ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ഞങ്ങളിത് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ആക്ടിവിറ്റി ചെയ്യിപ്പിക്കേണ്ട സാറ് വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ തന്നെ ചെയ്യാണ്. അപ്പം ഞാനോർത്ത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന്. നമുക്ക് ഒരു എക്യുപ്മെൻറ്റും വേണ്ട, നമുക്ക് വീട്ടിലിരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസാണ് കേട്ടോ. ഇത് ഇപ്പം ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ ആദ്യത്തെ ജസ്റ്റ് മുമ്പോട്ടും പുറകോട്ടും ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആയിരുന്നു. അതൊരു ഒരു വാമപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇത് സൈഡ് പ്ലാങ്ക് എന്ന് പറയും. അതായത് നമ്മുടെ എൽബോ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ, എൽബോ ഇങ്ങനെ വെച്ചിട്ട് ബോഡി ഒരേ ലെവലിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് കൈ ഇങ്ങനെ പൊക്കി പിടിക്കുക. ഇത് 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എല്ലാം ഫുൾ ബോഡി വർക്കൗട്ടാണ്. 20 മിനിറ്റ് അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഞാൻ എഡിറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് കുറച്ച് കാണിച്ചു. ഒരു 2 പ്രാവശ്യം ചെയ്യണം കേട്ടോ. ഇത് ഞാൻ ഒരു പ്രാവശ്യത്തെയാണ് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഹാൻഡ് ചെയ്തു, അതുപോലെ തന്നെ അടുത്ത ഹാൻഡ് ചെയ്യുക. നമ്മുടെ കാല് ഒരു കാലിൻ്റെ മുകളിൽ മറ്റേ കാല് വെക്കുന്ന പോലെ വേണം വെക്കാൻ. നമുക്ക് ആദ്യം ഒന്നും കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരാൻ പറ്റത്തില്ല. കണ്ടില്ല, നമ്മുടെ നടുവിൻ്റെ ഭാഗം ഇങ്ങനെ ഉയർന്നിരിക്കും. അതിൻ്റെ ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മുകളിലെ കയ്യിലോട്ട് നോക്കാം, അല്ലെങ്കിൽ നേരെ നോക്കിയാലും മതി കേട്ടോ. ഇത് പെടലി വേദനയുള്ളവരൊക്കെ നേരെ തന്നെ നോക്കിയാൽ മതി. ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യുക. ആദ്യം നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ 15 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ മതി. ഞങ്ങളിത് 30 സെക്കൻഡ്സാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പം ഇത് സൈഡ് പ്ലാങ്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുന്നത്, ഇപ്പം ഇതൊരു ബ്രിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ബ്രിക്ക് വെച്ചിട്ട് ചെയ്യേണ്ട. ജസ്റ്റ് നിങ്ങൾ നേരെ ഇങ്ങനെ കൈ നിലത്ത് തന്നെ കുത്തി നിൽക്കുക. എന്നിട്ട് ആ കൈ കൊണ്ട് അതായത് നമ്മുടെ ലെഫ്റ്റ് കൈ കൊണ്ട് റൈറ്റ് ലെഗിനെ തൊടുക, കുനിഞ്ഞ് റൈറ്റ് കൈ കൊണ്ട് ലെഫ്റ്റ് ലെഗിനെ തൊടുക. ഇതിങ്ങനെ ഒരു 15 ഈച്ച്, അതായത് ഓരോ കൈയും 15 പ്രാവശ്യം ഇത് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു സെറ്റാണ് കാണിച്ചെങ്കിൽ ഇതിന് 2 സെറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ ബ്രിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രിക്കിൻ്റെ പുറത്ത് കൈ വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പം ജസ്റ്റ് കൈ തറയിൽ വെച്ചിട്ട് ചെയ്യുക. അപ്പം ഇതെല്ലാം ഭയങ്കര ഈസി ആയിട്ട് നമ്മുടെ ഫുൾ ബോഡി മൂവ് ചെയ്യുകയും ചെയ്യും. ഈസി ആയിട്ടുള്ള എക്സസൈസാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞ് ഇതും ഞാൻ ബ്രിക്കിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഒരു കാല്, അതായത് റൈറ്റ് കൈ മുമ്പോട്ട് പോകുമ്പം ലെഫ്റ്റ് കാല് പുറകോട്ട് പോകും കേട്ടോ. എന്നിട്ട് ആ കൈ മടക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ റൈറ്റ് കൈ മടക്കി കൊണ്ടുവന്നിട്ട് ലെഫ്റ്റ് കാലിൻ്റെ മുട്ടിൽ വയ്ക്കുക, നേരെയാക്കുക. ഇത് ചില ബാലൻസിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പതുക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ബ്രിക്ക് ഒരു കാല് ഞാൻ ബ്രിക്ക് വെച്ച് ചെയ്യുമ്പം ഒരു കാല് മുട്ടിൻ്റെ താഴെയും, അതായത് ഒരു കാലല്ല, ഒരു ബ്രിക്ക് മുട്ടിൻ്റെ താഴെയും ഒരു ബ്രിക്ക് കൈയുടെ സപ്പോർട്ടിനുമാണ് വെക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിന് ബ്രിക്കിൻ്റെ ആവശ്യമില്ല. ബ്രിക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി ബാലൻസിങ് വേണം. നമ്മൾ തന്നെ ഇത് ചെയ്താൽ മതി. കൈ മടക്കി, ഇത് നമ്മുടെ അബ്ഡോമിൻ നല്ലതായിട്ട് ഇങ്ങനെ നമ്മൾ എപ്പോഴും നമ്മൾ കോറിൻ്റെ എക്സസൈസ് ചെയ്യുമ്പം നമ്മുടെ വയറ് നല്ല അമക്കി അകത്തോട്ട് പിടിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ലതായിട്ടത് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ. ഇതും ഒരു ബാലൻസിങ് എക്സസൈസാണ്. ഇത് നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾ കസേരയിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കസേര വെച്ചിട്ട് കസേരയിലോട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് 2 കൈ കസേരയോട് വെച്ച് പുറകിൽ പതുക്കെ കാല് പൊക്കുക. അപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നവരൊക്കെ സൂക്ഷിക്കണം. അത് നല്ല കട്ടിയുള്ള കസേരയുടെ വെച്ചോണ്ട് വേണം കാല് പുറകോട്ട് പോകുന്നത്. നമ്മുടെ എത്ര പൊക്കാൻ പറ്റുമോ അത്രയും പൊക്കുക. പിന്നെ ഇത് ഞങ്ങൾ ചെയ്യുന്ന നടരാജാസൻ്റെ പ്രാക്ടീസാണ്. അത് ഞാൻ എൻ്റെ വീഡിയോ വന്നിട്ടില്ല കേട്ടോ. എൻ്റെ ആണെങ്കിൽ കാല് നന്നായിട്ട് പൊങ്ങും. നമുക്ക് എത്ര പൊക്കാൻ പറ്റുമോ അത്രയും പൊക്കുക, ബോഡി സ്ട്രെയിറ്റ് ലൈൻ ആകുന്നിടം വരെ. നടരാജാസൻ്റെ വേറൊരു ഞാൻ ചെയ്തൊരു പോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഗൂഗിൾ ചെയ്താൽ കാണാം കേട്ടോ. എനിക്ക് നടരാജാസൻ ഒരുമാതിരി ശരിയായിട്ട് വരും. പക്ഷേ കണ്ടില്ല, ശരിക്കും നമുക്ക് അത്രയും കാല് ഇപ്പം ഈ ബ്ലൂ ഇട്ട ആൾ ചെയ്യുന്നുണ്ട്, അവരുടെ കാല് അത്രേ പൊങ്ങത്തുള്ളൂ. അതിലും നല്ലതായിട്ട് പൊങ്ങി വരും, നല്ല ഫ്ലെക്സിബിൾ ആണെങ്കിൽ. പിന്നെ നെക്സ്റ്റ് മൂവ് എന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിൾ പോസാണ്. ട്രയാങ്കിൾ പോസ് നമ്മൾ ഇതുപോലെ തന്നെ, ഇത് കണ്ടോ, ഒരാൾ ബ്രിക്കിൽ വെച്ചിട്ടുണ്ട്, ഒരാൾ കാലിൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ബ്രിക്കില്ലാത്തൊരു കാലിങ്ങനെ വെച്ചിട്ട് ഒരെണ്ണം കൈ എന്നിട്ട് മുകളിലോട്ട് നോക്കുക. അതാണ് ട്രയാങ്കിൾ പോസ്. ഇത് നമ്മുടെ രാംദേവ്ജി മഹാരാജിൻ്റെ ഏറ്റവും ബിഗിനറായിട്ടുള്ള എക്സസൈസാണ് കേട്ടോ. അതായത് 30 കൗണ്ട്സ് നമ്മളിങ്ങനെ റൺ ചെയ്യും, ഓൺ ദ സ്പോട്ട് റണ്ണ്. പിന്നെ 30 കൗണ്ട് നമ്മൾ ബട്ട് കിക്ക്, അതായത് നമ്മുടെ കാല് പുറകിൽ കൊണ്ട് മുട്ടിക്കുക. അങ്ങനത്തെ ബട്ട് കിക്ക് 30 കൗണ്ട്. ഇത് രാംദേവ്ജി എപ്പോഴും ചെയ്യിപ്പിക്കുന്ന കേട്ടോ. രാംദേവ്ജിയുടെ ആസനാസ് കാണുന്നവർക്ക് ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസിൻ്റെ ഒരു പാറ്റേൺ ഞാൻ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇത്രയും തന്നെ നമ്മൾ 2 സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ബോഡി വർക്കൗട്ടായി കേട്ടോ. ഒരു 100-150 കാലറി വരെ ബേൺ ആവും ഇത്ര എക്സസൈസ് ചെയ്യുമ്പോൾ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു 25 മിനിറ്റ് നമ്മളെടുക്കുക. ഇങ്ങനെ പുറകോട്ട് പോവുക,
മുമ്പോട്ട് വരും. ഇത് 3ഉം ഒറ്റയടിക്കാണ് കേട്ടോ ചെയ്യേണ്ടത്, അതായത് ഒരേ സ്ട്രെച്ചിലാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അത് റിപ്പീറ്റ് ചെയ്യുക. ആദ്യം എന്തായിരുന്നു, ഓൺ ദ സ്പോട്ട് റണ്ണ്, പിന്നെ ബട്ട് കിക്ക്, പിന്നെ ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും എത്ര സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റുമോ അത്രയും സ്പീഡിൽ മുമ്പോട്ടും പുറകോട്ടും പോവുക. ഇത്രയും എക്സസൈസാണ് നമ്മൾ ഏറ്റവും ബിഗിനറായിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് ബാലൻസിങ്ങിന് പ്രശ്നമുള്ളവർ തറയിൽ കൈ വെച്ചിട്ട് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്ന ഹലാസനാണ്. ആദ്യം നമ്മൾ ചെയ്യുന്ന ഷോൾഡർ സ്റ്റാൻഡ്, ഷോൾഡറിൽ കാല്, ഇത് ഞാൻ പറയുന്നില്ല എല്ലാവരോടും ചെയ്യണമെന്ന്, പറ്റുന്നവർ ഇത് ചെയ്യുക. ഷോൾഡർ സ്റ്റാൻഡും ഹെഡ് സ്റ്റാൻഡും. നമ്മൾ ഹെഡ് സ്റ്റാൻഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ മുടി പൊഴിയുന്നത് തടയാനും തലയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ബ്രെയിൻ അതുകൊണ്ട് ശരിക്കും വർക്ക് ചെയ്യാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഹെഡ് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത നമുക്ക് ഷോൾഡർ സ്റ്റാൻഡ് പതുക്കെ നടുവിങ്ങനെ പൊയ്ക്കൊണ്ട് വരിക, സ്ട്രെയിറ്റ് ആവുന്നിടം വരെ പൊക്കണം. അത് കഴിഞ്ഞിട്ട് ആ പുറകിലോട്ട് ഹലാസൻ എന്ന് പറയുന്ന കാല് പുറകിൽ കൊണ്ട് തൊടുക. എല്ലാവർക്കും തൊടാൻ പറ്റണമെന്നില്ല, തൊടാൻ പറ്റുന്നവർ തൊടുക. ഇത്രയായിരുന്നു ഞങ്ങളുടെ സാറ് വരാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ എക്സസൈസ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ചെയ്തത് ശീർഷാസനാണ് കേട്ടോ, നമ്മുടെ ഹെഡ് സ്റ്റാൻഡ്. അതെല്ലാവരും ചെയ്യുന്നില്ല, ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഈ സൈഡിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ, അതുകൊണ്ട് എൻ്റെ ഒരു സൈഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ശേഷം അത് സാരം. ഇത് ബ്രിഡ്ജ് പോസ് നമുക്ക് നമ്മളങ്ങനത്തെ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ റിലാക്സിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. കാലിൻ്റെ അവിടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പൊങ്ങുക എന്നുള്ളത്. അപ്പം ഇന്നത്തെ എക്സസൈസ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതായിരുന്നു. അതായത് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഒരു എക്യുപ്മെൻറ്റും ഇല്ലാതെ നമ്മുടെ ഫുൾ ബോഡി വർക്കൗട്ടിനായിട്ടുള്ള ഈ പോസ്ചറൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്രയും ചെയ്യുക. 2 സെറ്റ് ചെയ്യുക. അതായത് ഇതിപ്പോൾ നമ്മൾ ഒരു സെറ്റാണല്ലോ കാണിച്ചത്, ഇതിൻ്റെ ഒരു സെറ്റും കൂടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. ഫുൾ ബോഡി എക്സസൈസാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശീർഷാസനാണ്. ശീർഷാസന സപ്പോർട്ട് വേണ്ടവർക്ക് സപ്പോർട്ട്, അതായത് നമ്മൾ ശീർഷാസനം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ടീഷർട്ട് നന്നായിട്ട് ഇൻ ചെയ്ത് വെക്കും. കാരണം നമ്മൾ മുകളിലോട്ട് കാല് പൊക്കുമ്പം അല്ലെങ്കിൽ ടീഷർട്ട് എല്ലാം കൂടെ താഴോട്ട് വരും കേട്ടോ. അപ്പോൾ അതാണ് ഇനിയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ, 50+ ആണെങ്കിലും 60+ ആണെങ്കിലും പതുക്കെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര കാലറി ഫുഡെന്ന് പറഞ്ഞ ഒരു കാലറിയുടെ അതും കൂടെ അയക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ശീർഷാസനം ചെയ്യുന്നിടത്ത് ഒരു ലേഡി ഒരു ടീച്ചറാണ്, പുള്ളിക്കാരിക്ക് 60 വയസ്സ് ഉണ്ട് കേട്ടോ. പുള്ളിക്കാരിയും ഇത്രയും നല്ല ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ എക്സസൈസ് എല്ലാം ഇതിപ്പോൾ നല്ല കുറവുണ്ടെന്ന് പറയുന്നത്. നമുക്ക് എഫേർട്ട് എടുത്താൽ എല്ലാ അസുഖങ്ങളും ഒരു പരിധി വരെയൊക്കെ നമുക്ക് തടുത്തു നിർത്താനും പറ്റും. അത് നമുക്ക് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനും പറ്റും കേട്ടോ. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലറി ഡെഫിസിറ്റിൻ്റെ എത്ര കാലറിയാണ് ഫുഡ് കഴിക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാനിടാം. അപ്പം കീപ്പ് വാച്ചിങ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി, ടേക്ക് കെയർ.